C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സത്യഭാമയുടെ മുന്നിൽ നിന്ന് നീ ഈ സംസാരിക്കുന്നതെന്ന് മറക്കണ്ട. അല്ലെങ്കിലും സുസ്മിത പറഞ്ഞതിൽ എന്താ തെറ്റ്? ആ കുട്ടി പറഞ്ഞത് തന്നെയാണ് സത്യം. അതെ ആന്റി, എന്റെ കയ്യിൽ തെളിവുണ്ട് ഇതിനൊക്കെ. ഇവിടെ പറയാൻ പാടില്ലാത്തതാ, എങ്കിലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. വിഷ്ണുവേട്ടൻ ഒരു പെറ്റ് ഡോഗിനെ പോലെ എപ്പോഴും മടിയിൽ വെച്ച് ഓമനിക്കുന്ന ഒരു താജ്മഹൽ ശില്പമുണ്ട് വീട്ടിൽ. അത് ആര് കൊടുത്തതാന്ന് ചോദിക്കാൻഡി. നിത്യപ്രണയത്തിന്റെ സ്മാരകം പോലെ അത് ഇവള് വിഷ്ണുവേട്ടന് സമ്മാനിച്ചത് മാസങ്ങൾക്ക് മുമ്പാ. എന്നിട്ടാ ഇവള് പറയുന്നത് വിഷ്ണുവേട്ടൻ സത്യഭാമയുടെ മകനാണെന്ന് അറിയില്ല, പ്രേമമില്ല എന്നൊക്കെ. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചല്ല ആ ശില്പം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. വെറും പരിചയത്തിന്റെ പേരില. ഓഹോ, അത് ശരി. അപ്പോ വെറും പരിചയം കൊണ്ടായിരിക്കും നീ വിഷ്ണുവേട്ടനൊപ്പം നാഗർകോവിലേക്ക് ട്രിപ്പ് പോയതും ഒരു രാത്രി ഒരുമിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങിയതും. മതി ഇവിടെ ഈ വിഴുപ്പലക്കലും വെളുപ്പിക്കലും. എനിക്ക് എന്റെ മോന്റെ വായിൽ നിന്ന് വേണം സത്യം മനസ്സിലാക്കാൻ. വിഷ്ണു, നീ പറ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോന്ന്? സത്യമാണോ അല്ലയോ? അത്രയും അറിഞ്ഞാ മതി എനിക്ക്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ കൈ നിന്റെ മുഖത്ത് വീഴാൻ ഇടയാക്കരുത്. അതെ അമ്മേ, സത്യമാണ്. മോളെ, നിനക്കപ്പോ ഇതൊക്കെ അറിയായിരുന്നല്ലേ? അവൾക്കെല്ലാം അറിയാമായിരുന്നു ഭാമേ. വിഷ്ണുവിന്റെ വഴിവിട്ട സഞ്ചാരമെല്ലാം വ്യക്തമായി അവൾ മനസ്സിലാക്കിയിരുന്നു. വിവാഹം കഴിഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ട് വിഷ്ണു തന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മോള് കരയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടി നിന്നെ. ദേ, ഇനി എല്ലാവരും കേൾക്കാൻ, ഇനി ഞാൻ എന്റെ തീരുമാനം പറയാ. എവിടെ വെച്ചോ നടന്ന ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. ഇവളെന്റെ മരുമകളുമല്ല. ശാലിനിയുമായിട്ട് ബാലചന്ദ്രന്റെ കല്യാണം നടത്താനുള്ള ഐഡിയ എന്റേതായിരുന്നു. എല്ലാത്തിനും മൗനമായി നിങ്ങൾ കൂട്ടു നിൽക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും നിങ്ങളുടെ മനസ്സിലെ ഒരു മുറിവിൽ നിന്ന് ചോര കിനിയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എന്തു പറഞ്ഞാലും സ്വന്തം ചോരയല്ലേ. അവള് കളക്ടർ ആവുന്നതും നാട് ഭരിക്കുന്നതും ഒക്കെ അമ്മയോടൊപ്പം അച്ഛനും സ്വപ്നം കണ്ടിട്ടുണ്ടാവണം. അതാ കുടുംബശ്രീ ഹോട്ടലിൽ ഇരിക്കുന്ന ഭൂമിയും വീടും ഒന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾ വലിയ താല്പര്യം കാണിക്കാത്തത്. അതാ ഇപ്പോഴും ആ ആധാരത്തിലെ അവകാശി ശാരദയായി നിലനിൽക്കുന്നത്. നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ അവരാ, ഞാനല്ല.
രാജേശ്വരി, വെറുതെ വേണ്ടാതീനം പറയരുത്. നീ ഇവനും കാണിച്ച കൊള്ളരുതായ്മയ്ക്കെല്ലാം ഞാൻ കൂട്ടുനിന്നിട്ട് ശാലിനിയെ ബാലേന്ദ്രന് കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ പേരില് ശാരദന്റെ മുഖത്താട്ടി. അതുപോലും ഞാൻ വകവച്ചില്ല. ഇപ്പൊ പടി എനിക്കാണല്ലേ? ആ, ഇത് തന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞത്. രാജേശ്വരി കാണിക്കുന്നതെല്ലാം കൊള്ളരുതായ്മ. ശാരദ മുഖത്താട്ടിയാലും അടിച്ചാലും ഒരു കുഴപ്പമില്ല. അളിയന് നേരത്തെ ഉള്ളതായി പക്ഷഭേദം. ബാലേന്ദ്ര, നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കരുത്. എണ്ണയും പുണ്ണാക്കൊന്നുമില്ല അളിയാ. ഞാനേ ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. സത്യം നീ ഒന്ന് പുറത്തു പോയേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിനക്കെന്താ കാര്യം? പോയില്ലെങ്കിൽ എന്തോ ചെയ്യും. പോയില്ലെങ്കിൽ നിന്നെ ഞാൻ തൊട്ടു പോകരുത് എന്റെ അനിയനെ. രാജേശ്വരി, എന്തധികാരത്തിലാ നിങ്ങൾ എന്റെ അനിയനെ പുറത്തു പോകാൻ പറയുന്നത്? രാജേശ്വരി, ഇവൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. ഇവനെ കൂട്ടിക്കൊണ്ടുപോയി താലി കെട്ടിക്കാൻ എത്ര ശ്രമിച്ചതാ നമ്മള്. സമ്മതിച്ചു, ഇവൻ ഓടിയതുകൊണ്ട് തന്നെയല്ല സംഭവിച്ചത്. പക്ഷേ ഇവൻ ഓടാനുള്ള കാരണം എന്തായിരുന്നു? അതുകൂടി പറയേ, കേക്കട്ടെ. അല്ല, അത് പിന്നെ ഇവൻ ആ വിഷ്ണുവിനെ കണ്ട് പേടിച്ചോടിയതല്ലേ? ആയിരിക്കും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അറിയേണ്ടത് ആ സമയത്ത് ആ വിഷ്ണു അവിടെ എങ്ങനെ എത്തിയെന്ന. എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ബാലചന്ദ്രനും ശാലിനിയുമായിട്ടുള്ള വിവാഹത്തിന് നമ്മൾ സത്യഭാമയെയോ കുടുംബത്തെയോ ക്ഷണിച്ചിരുന്നില്ല. പക്ഷെ മുഹൂർത്ത സമയം അറിഞ്ഞ് കൃത്യസമയത്ത് വിഷ്ണു ആ അമ്പലത്തിലെത്തി. എങ്ങനെ? ആര് പറഞ്ഞിട്ട്? രണ്ട്, വിവാഹ സ്ഥലത്തേക്ക് ബാലചന്ദ്രൻ അവന്റെ കൂട്ടുകാർക്കൊപ്പമാ വരുന്നേന്ന് നമ്മൾ 3 പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്നിട്ടും വിഷ്ണുവിന്റെ കൂട്ടുകാർ അവനെ കൃത്യമായി വന്ന് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. അതെങ്ങനെ സംഭവിച്ചു? ആര് പറഞ്ഞിട്ട്? എന്ന് പറഞ്ഞ നമ്മുടെ അരമന രഹസ്യങ്ങളെല്ലാം മുൻകൂറായി ഒരാൾ വിഷ്ണുവിന് ചോർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് സാരം. ബാലചന്ദ്രനും ശാലിനിയുമായുള്ള വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. വിവാഹ ചടങ്ങിന് തൊട്ടു മുമ്പ് അയാൾ തന്നെ വിഷ്ണുവിന്റെ കൂട്ടുകാരെ കൊണ്ട് ബാലചന്ദ്രനെ തല്ലിച്ചതപ്പിച്ചു. ശാലിനിയെ താലി കെട്ടിയ കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തി. അവന്റെ ഉള്ളിൽ ഭയം ഉണ്ടാക്കി. അയാൾ കൊടുത്ത വിവരം വെച്ച് തന്നെ വിഷ്ണു മുഹൂർത്ത സമയത്ത് കല്യാണവേദിയിലും എത്തി. ജീവനെ കൊതിയുള്ളതുകൊണ്ട് ഇവൻ ഇറങ്ങി ഓടി. അതാ നടന്നിരിക്കുന്നത്. അത് മാത്രം. ആ ആള് ആരാണെന്ന് പറ രാജേശ്വരി. ഇനി ഇതിൽ കൂടുതൽ എന്തോ പറയാനാ? ആ ആളെ അളിയൻ തന്നെ, ഗോപാലകൃഷ്ണൻ. എന്റെ ശാലിനിയുടെയും കല്യാണം മുടക്കായി ഈ പാളയത്തിൽ നിന്നും കുത്തിത്തിരിപ്പുണ്ടാക്കി ഞങ്ങളെ ചതിച്ചയാൾ അളിയൻ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.